കശ്മീരിലെ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയത്താൽ പാകിസ്ഥാൻ വിറയ്ക്കുകയാണ്. കൂടാതെ ഇന്ത്യയെ പ്രതിരോധിക്കാൻ കറാച്ചിയിൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. പാകിസ്ഥാനും ഭീകരരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ത്യയിൽ നിന്ന് വേറിട്ട അയൽരാജ്യമാണ് പാകിസ്ഥാനെങ്കിലും തീവ്രവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കശ്മീർ വിഷയത്തിലാണ് പ്രധാനമായും പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇന്ത്യയുമായി ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷം കാരണം പാകിസ്ഥാൻ കറാച്ചി തീരത്ത് 2 ദിവസത്തേക്ക് മിസൈൽ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലാണ് ഭീകരർ അതിക്രമിച്ചു കയറി വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 26 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് ജീവന് ഭീഷണി നേരിടുകയും സ്ഥലം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും തീവ്രവാദികൾ അവരോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. തീവ്രവാദികൾ ഓരോരുത്തരെയും കൊന്നത് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചാണ്. അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു, അവർ ഹിന്ദുക്കളാണെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് ക്രൂരമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി യോഗങ്ങൾ നടത്തുകയും 3 സായുധ സേനകളെയും സജ്ജരാക്കിയിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഈ ആക്രമണത്തിനായി ഇന്ത്യ മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ചേക്കാമെന്ന് പറയപ്പെടുന്നു. ഇത് പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുന്നു. കാരണം പാകിസ്ഥാന്റെ കര, വ്യോമ, നാവികസേന എന്നിവ ഇന്ത്യയെ അപേക്ഷിച്ച് ദുർബലമാണ്. ഇതിൽ ഭയന്ന പാകിസ്ഥാൻ ഇപ്പോൾ മിസൈലുകൾ ഏറ്റെടുത്തിരിക്കുന്നു. 2 ദിവസം കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരയിൽ നിന്നും കടലിൽ നിന്നും മിസൈൽ വിക്ഷേപിക്കുന്നതിനാണ് ഈ പരീക്ഷണം നടത്തുന്നത്. കറാച്ചിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിലെ പ്രദേശത്താണ് റെയ്ഡ് നടക്കുക. വ്യാഴാഴ്ച ആരംഭിച്ച ഈ പരീക്ഷണം വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും. എന്നാൽ പരീക്ഷിക്കുന്ന മിസൈലിന്റെ പേരോ അവയുടെ ദൂരപരിധിയോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. പാകിസ്ഥാൻ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പെട്ടെന്നൊരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ പെട്ടെന്നുള്ള ഈ മിസൈൽ പരീക്ഷണം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യ ഇതൊരു മുന്നറിയിപ്പായി കാണുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ജമ്മു കാശ്മീരിൽ ഇതിനകം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാൻ എന്ത് മിസൈൽ പരീക്ഷിച്ചാലും സംഘർഷത്തിലേക്ക് വന്നാൽ ആത്യന്തികമായി ഇന്ത്യയായിരിക്കും വിജയം നേടുക. കാരണം ഇന്ത്യയുടെ മിസൈൽ യുദ്ധവിമാനം, നാവികസേന, സൈനിക ശക്തി എന്നിവയുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നത് ഇവിടെ ശ്രദ്ധേയമാണ്.